നമസ്കാരം. ഞാൻ ഡോക്ടർ ഫിർദൗസ് ഇക്ബാൽ, ചങ്ങമ്പള്ളി, ചീഫ് ഫിസിഷ്യൻ, ചങ്ങമ്പള്ളി വൈദ്യഭവൻ. ഇന്നത്തെ എപ്പിസോഡിൽ പറയാൻ പോകുന്നത് കീമോതെറാപ്പിയെ കുറിച്ചാണ്. ക്യാൻസർ ചികിത്സയിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ക്യാൻസർ ട്രീറ്റ്മെന്റിന്റെ നട്ടെല്ലുമായ കീമോതെറാപ്പി എല്ലാവരും ഭയപ്പാടോടുകൂടിയാണ് കാണുന്നത്. പേഷ്യൻസ് മാത്രമല്ല, ഡോക്ടേഴ്സും വളരെ ശ്രദ്ധാപൂർവം ആണ് കീമോതെറാപ്പി ഡ്രഗ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്നതും അതിൻ്റെ റെജിമൻ കൊണ്ടു നടക്കുന്നതും. അപ്പോൾ ഈ അവസ്ഥയിൽ എല്ലാവർക്കും അറിയാം കീമോതെറാപ്പിക്ക് സൈഡ് എഫക്ട്സ് ഉണ്ടെന്ന്. എന്താണ് കീമോതെറാപ്പിയുടെ സൈഡ് എഫക്ട്സ് എന്നും അതിൽ നിന്ന് മാക്സിമം ബെനിഫിറ്റ്സ് എങ്ങനെ നമുക്ക് നേടിയെടുക്കാമെന്നും അതിന് ആയുർവേദത്തിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നതുമാണ് ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റ്. അപ്പോൾ കീമോതെറാപ്പി എന്ന് പറയുമ്പോൾ അത് ഒരു സിംഗിൾ തെറാപ്പി അല്ല. നമ്മളതിൻ്റെ ഒരു പേര് കോമൺ ആയിട്ട് കീമോതെറാപ്പി എന്ന് പറയുന്നുണ്ടെങ്കിലും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മെഡിസിൻസ് ആണ് കീമോതെറാപ്പിയിൽ ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ മോണോക്ലോണൽ ആൻറ്റിബോഡീസ് ഉപയോഗിക്കാം, ചില പാത്വേസ് ഇൻഹിബിറ്റ് ചെയ്യുന്നത് ഉണ്ടാവാം, പിന്നെ അങ്ങനെ പല തരത്തിലുള്ള മെഡിസിൻസ് ആണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ പേര് കൊണ്ട് തന്നെ നമുക്കിപ്പോൾ സിസ്പ്ലാന്റിൻ അല്ലെങ്കിൽ കാർബോപ്ലാന്റിൻ, ഓക്സാലിപ്ലാന്റിൻ എന്നത് പ്ലാന്റിൻ ഗ്രൂപ്പിൽ വരുന്നത് ഒരു ടൈപ്പാണ്. പിന്നെ അതുപോലെ ഈ പേരുകൾ സൂചിപ്പിക്കുന്നത് NIB വരുന്നത് വേറെ ഗ്രൂപ്പാണ്, MOB വരുന്നത് മോസ്റ്റ്ലി ഇമ്മ്യൂണോ തെറാപ്പി മെഡിസിൻസ് ആണ്. ഇതെല്ലാം നമുക്ക് ഈ ഒരു ഗ്രൂപ്പ് തന്നെ പെടുത്തി പറയാവുന്നതാണ്. ഞാൻ ഈ പറയുന്നതിൽ കീമോതെറാപ്പിയുടെ മാത്രമല്ല, ഇമ്മ്യൂണോതെറാപ്പിയുടെയും കൂടി എഫക്ട്സും അതിൻ്റെ കാര്യങ്ങളും കൂടിയാണ് പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഈ കീമോതെറാപ്പി നമ്മൾ പലപ്പോഴും ചെയ്യേണ്ടി വരുന്നത് ക്യാൻസർ സെൽസിനെ ഷ്രിങ്ക് ചെയ്യിക്കാനോ അതല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ക്യാൻസർ സെൽസ് സർജറിക്ക് ശേഷം ബാക്കിയുണ്ടെങ്കിൽ അതിനെ നശിപ്പിച്ച് കളയാനോ, അതുമല്ലെങ്കിൽ പാലിയേറ്റീവ് കീമോതെറാപ്പി എന്ന നിലക്ക് പേഷ്യൻ്റ് രക്ഷപ്പെടില്ല എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും കുറച്ച് കാലമെങ്കിലും അവരുടെ ലൈഫ് നീട്ടിക്കൊടുക്കാനോ വേണ്ടി വളരെ സദുദ്ദേശത്തോടു കൂടി ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ആണെങ്കിലും ഇതിൻ്റെ സൈഡ് എഫക്ട്സ് വളരെ കൂടുതലാണ്. എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ മെഡിസിൻ കൊടുക്കുന്നതോടുകൂടി അതിൻ്റെ ഗുഡ് എഫക്റ്റ് കിട്ടാതെ പോകുന്ന ചില സന്ദർഭങ്ങളുണ്ട്. കാരണം നമുക്ക് ഓരോ ഡ്രഗും എത്രയൊക്കെ പരീക്ഷണങ്ങൾ നടത്തിയിട്ടും ഓരോ പേഷ്യൻറ്റിലും ഓരോ അസുഖങ്ങളിലും ഒരേ അസുഖത്തിൻ്റെ പല ഘട്ടങ്ങളിലും നമുക്ക് ഒരുപാട് പരിചയമുള്ള മരുന്നാണെങ്കിൽ പോലും അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് വളരെ കൃത്യമായിട്ട് പറയാൻ സാധിക്കാത്ത ഒരവസ്ഥയുണ്ട്. അവിടെയാണ് നമ്മൾ ആയുർവേദത്തിൻ്റെ പ്രസക്തി എന്താണെന്ന് നോക്കേണ്ടതിൻ്റെ അത്യാവശ്യം. കാരണം ഈ മെഡിസിൻസ് ലൈഫ് സേവിങ് ആവുന്നതോടൊപ്പം ഏറ്റവും വലിയ സൈഡ് എഫക്ട്സിൽ പ്രധാനമായിട്ട് നമുക്ക് എടുത്തു പറയേണ്ടത് മുടി കൊഴിച്ചിലോ അതല്ലെങ്കിൽ മറ്റ് അത്തരം സ്കിന്നിൽ വരുന്ന ഡിസ്കളറേഷനോ അല്ല. ഏറ്റവും പ്രധാനപ്പെട്ട കീമോതെറാപ്പിയുടെ സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് ക്ഷീണമാണ്. ക്രോണിക് ആയിട്ടുള്ള ഭയങ്കര ക്ഷീണം. അതിന് നമ്മൾ പറയുന്ന കീമോതെറാപ്പി കൊണ്ടുള്ള ക്ഷീണത്തിന് വേറെ തന്നെ പേരിലാണ് അത് അറിയപ്പെടുക. CRF എന്ന് പറയും, കീമോ റിലേറ്റഡ് ഫാറ്റിക് എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ CRF എങ്ങനെ പരിഹരിക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റ്. നമുക്ക് ക്ഷീണം വരാനുള്ള കാരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ബ്ലഡിൽ വരുന്ന ചേഞ്ചസ് ആണ്. നമ്മൾ കീമോതെറാപ്പി ഡ്രഗ്സ് കൊടുക്കുമ്പോൾ ഇത് ചിലപ്പോൾ DNA-കളായിരിക്കും ഡാമേജ് ചെയ്യുക, ചില സമയത്ത് സൈറ്റോടോക്സിക് ആയിട്ട് സൈറ്റോപ്ലാസത്തിനായിരിക്കും ഡാമേജ് ചെയ്യുക. ഇതിൽ കുറേ സൈഡ് എഫക്ട്സ് കുറച്ച് ദിവസങ്ങളെ കൊണ്ടോ അല്ലെങ്കിൽ കീമോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മാത്രമോ ഉള്ളതും അത് കഴിഞ്ഞാൽ മാറുന്നതുമാണ്. അതിന് റീസെൻ്റ് ആയിട്ട് ഇമ്മീഡിയറ്റ് സൈഡ് എഫക്ട്സ് എന്ന് പറയാം. വേറെ ഒരു കൂട്ടം സൈഡ് എഫക്ട്സ് മാസങ്ങളോളം നിലനിൽക്കുന്നതാണ്. ഇനിയും വേറൊരു ടൈപ്പ് വർഷങ്ങളോളം നിലനിൽക്കുന്നതാണ്. പ്രത്യേകിച്ച് കുട്ടികളിൽ കൊടുക്കുന്ന കീമോതെറാപ്പിയിൽ ഈ വർഷങ്ങളോളം നിലനിൽക്കുന്ന സൈഡ് എഫക്ട്സിന് വളരെ പ്രാധാന്യമുണ്ട്. കാരണം ചില മരുന്നുകൾ നമ്മൾ കൊടുക്കുമ്പോൾ അത് സർക്കുലേറ്ററി സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുകയും ഹാർട്ട്, കിഡ്നി, കണ്ണ്, ശ്വാസകോശം മുതലായ അവയവങ്ങളെ ബാധിക്കുകയും ചെയ്യാറുണ്ട്. ഇതിൽ ചിലത് ഹാർട്ടിനെ നേരിട്ട് ബാധിക്കുന്നതായിരിക്കും, ചിലത് പെരികാർഡിയം എന്ന ഹാർട്ടിൻ്റെ പൊതിഞ്ഞു നിൽക്കുന്ന കവറിങ്ങിനെ ആയിരിക്കും ബാധിക്കുക. ഇത് ആരെ എപ്പോൾ എങ്ങനെ ബാധിക്കുമെന്നതിൻ്റെ കൃത്യമായ ഒരു ഗൈഡ് ലൈൻ കൊടുക്കാൻ പലപ്പോഴും ഡോക്ടേഴ്സിന് കഴിഞ്ഞെന്നിരിക്കില്ല. അപ്പോൾ ആയുർവേദത്തിലെ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കുന്നത് അതിൻ്റെ ലക്ഷണങ്ങൾ കൊണ്ടും പിന്നെ നമ്മളൊരു ഫോറിൻ സബ്ജക്റ്റ്, ഫോറിൻ മെഡിസിൻ, ഹൈ
റെസൊല്യൂഷനുള്ള ഹൈ ലെവലിലുള്ള ഒരു മെഡിസിൻ ഉള്ളിലേക്ക് കയറ്റി വിടുന്നത് കൊണ്ട് അതിന് വിഷാംശം എന്ന രീതിയിൽ, ഒരു ഫോറിൻ പാർട്ടിക്കിൾ എന്ന രീതിയിലാണ് ആയുർവേദം ഇതിനെ കാണുന്നത്. അപ്പൊ ഇതിന്റെ പ്രധാന ചികിത്സകൾ വരുന്നത് വിഷചികിത്സയിലും അതുപോലെ തന്നെ രസായന ചികിത്സയിലുമാണ്. വിഷചികിത്സയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിന്റെ സൈഡ് എഫക്ട്സ് കാരണം വരുന്ന വിഷാംശ എന്ന എഫക്ട്സിനെ സൈഡ് എഫക്റ്റ് ആയിട്ട് അതിൽ നമ്മൾ ഇപ്പോൾ ഒരു സാധനം നമ്മുടെ ബോഡിയിൽ ആക്ട് ചെയ്ത് അതിൻ്റെ വേസ്റ്റ് പ്രോഡക്ട്സ് ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യും. ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനം നമുക്ക് വേണ്ട സമയത്ത് വേണ്ട പോലെ എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇതിനെ വിഷാംശം എന്ന രീതിയിൽ എടുക്കുന്നത്. രസായന തെറാപ്പി എന്ന് പറയുമ്പോൾ ആ ഗ്രൂപ്പിൽ പെടുന്നതാണ് മറ്റൊരു ഗ്രൂപ്പ് ഓഫ് മെഡിസിൻ സൈഡ് എഫക്ട്സ് ആയിട്ട്, കീമോതെറാപ്പിയുടെ സൈഡ് എഫക്ട്സ് ആയിട്ട് കൊടുക്കേണ്ടത്. കാരണം ഇതിൽ നമ്മുടെ ശരീരത്തിന് ഈ മരുന്ന് കീമോതെറാപ്പിയുടെ ഡ്രഗ്സിന്റെ ഗുഡ് എഫക്ട്സ് കൂടുതൽ കിട്ടുന്ന രീതിയിൽ ശരീരത്തിനെ അബ്സോർബ് ചെയ്യാനും, അതുപോലെ തന്നെ ചില മെഡിസിൻസിന് കീമോതെറാപ്പി ഡ്രഗ്സിന് ഡ്രഗ് റെസിസ്റ്റൻസ് എന്നൊരു അവസ്ഥയുണ്ട്. കാരണം നമ്മൾ ഉദ്ദേശിച്ച ഫലം കിട്ടാതെ ബോഡി അതിനെ പുറന്തള്ളുന്ന, ബോഡിക്ക് അത് അബ്സോർബ് ചെയ്യാൻ പറ്റുന്നില്ല, ബോഡി അത് സ്വീകരിക്കുന്നില്ല. ഈ ഡ്രഗിന് എതിരായിട്ടൊരു റെസിസ്റ്റൻസ് നമ്മുടെ ബോഡി ഉണ്ടാക്കിയെടുക്കും. ഇതിനെ മറികടക്കാൻ രസായന തെറാപ്പി വളരെ ഫലപ്രദമായിട്ട് കണ്ടിട്ടുണ്ട്. എൻ്റെ അടുത്ത് വരുന്നതിൽ നല്ലൊരു ശതമാനം ആളുകളും കീമോതെറാപ്പിയുടെ തൊട്ട് മുമ്പോ കീമോതെറാപ്പി ചെയ്യുന്ന സമയത്തോ അതല്ലെങ്കിൽ അത് ചെയ്ത് മാസങ്ങൾക്കുള്ളിലോ അതുമല്ലെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം അവർക്ക് വരുന്ന സൈഡ് എഫക്ട്സ് ട്രീറ്റ് ചെയ്യാനോ വരുന്നവരാണ്. ഈ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുകയാണെങ്കിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത് കീമോതെറാപ്പിയുടെ തൊട്ട് മുമ്പും ഇത് കഴിഞ്ഞ ഉടനെയും ഇത്തരത്തിലുള്ള ആയുർവേദ ചികിത്സകൾ ചെയ്യുന്നത് വളരെ ഉപകാരപ്രദമാണെന്നാണ്. ഇപ്പോൾ ഇതിൽ നമ്മൾ നോക്കുമ്പോൾ ഫാറ്റിക് എന്ന് പറയുമ്പോൾ ഭയങ്കര ക്ഷീണമായിരിക്കും. സാധാരണ ക്ഷീണം എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും നല്ല ഭക്ഷണം കഴിച്ചാലോ അല്ലെങ്കിൽ പ്രോട്ടീനുള്ള ഭക്ഷണം കഴിച്ചാലോ ഒക്കെ അത് കുറഞ്ഞു കിട്ടും. അതല്ലെങ്കിൽ ഉറങ്ങിയാൽ കുറയും, ഉറങ്ങി എഴുന്നേറ്റ് കഴിയുമ്പോൾ ഒരു സുഖം കിട്ടും. അതുമല്ലെങ്കിൽ നന്നായി റെസ്റ്റ് എടുത്താൽ ഒരു സുഖം കിട്ടും. ഇത് കീമോതെറാപ്പിയുടെ CRF എന്ന് പറയുന്ന ടൈപ്പിലുള്ള ആ ഒരു ഫാറ്റിക് ഇതുകൊണ്ടൊന്നും മാറ്റം വരില്ല, പിന്നെയും ക്ഷീണം തുടരും. അപ്പൊ നമുക്ക് എന്താ വരുന്നത്? ക്യാൻസർ വന്നു, കീമോതെറാപ്പി ചെയ്തു അല്ലെങ്കിൽ സർജറി ചെയ്തു, ഇത് കഴിഞ്ഞ ആള് സുഖമായിട്ട് ഇരുന്ന് നമുക്ക് അതിൻ്റെ ഒരു ഗുണം കിട്ടുന്നതിന് പകരം അതിൻ്റെ ഉപദ്രവമായിരിക്കും നമ്മൾ കൂടുതൽ അനുഭവിക്കുന്നത്. ഇത് മറ്റൊരു രോഗം എന്ന പോലെ നമ്മളെ ബാധിക്കുന്നു. ഈ അവസ്ഥയിൽ ചെയ്യാവുന്ന ഒരുപാട് ട്രീറ്റ്മെന്റുകളുണ്ട്. അപ്പൊ ഇതിൽ പലരും ചോദിക്കാറുണ്ട് എന്നോട്, ഇങ്ങനെ ചെയ്യുമ്പോൾ ഡ്രഗ് ഇന്ററാക്ഷൻ വരൂലേ എന്ന്. ഡ്രഗ് ഇന്ററാക്ഷൻ വരാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് ഇത് നല്ല രീതിയിൽ അനലൈസ് ചെയ്തതിന് ശേഷം മാത്രം ചെയ്യണമെന്ന് പറയുന്നത്. നമ്മൾ കൊടുക്കുന്ന ഇപ്പൊ സാധാരണ കൊളോറക്ടൽ വൈറൽ ക്യാൻസറിനൊക്കെ കൊടുക്കുന്ന 5FU റെജിമെൻ ഉണ്ട്. ഇതിനൊക്കെ നല്ല സൈഡ് എഫക്ട്സ് ഉള്ളതാണ്. ഈ മെഡിസിനിലൊക്കെ വളരെ എഫക്റ്റീവായിട്ട് സിമ്പിൾ മെഡിസിൻസ് ഒന്ന് വയറിളക്കാനുള്ള മരുന്നുകൾ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ വളരെ നല്ല ചേഞ്ചസും അതോടൊപ്പം കീമോതെറാപ്പിയുടെ ഗുണങ്ങൾ കൂടുതലായിട്ട് കിട്ടാനും സഹായിക്കുന്ന മരുന്നുകളാണ്. അതിലൊരു പ്രധാനപ്പെട്ട ഒരു മരുന്ന് ഇപ്പൊ ഈ ഒരു ഇത്തരം മെഡിസിന്റെ കൂടെ പിന്നെ ഡോക്ടർ നിർദ്ദേശപ്രകാരം അല്ലാതെ കഴിക്കാൻ പറ്റുന്ന ഒരു മരുന്നാണ് നെല്ലിക്കപ്പൊടി. അത് ഉണങ്ങിയ നെല്ലിക്ക പൊടിച്ചെടുത്ത് 2 ടീസ്പൂൺ വീതം രാത്രി കഴിക്കുന്നത് കീമോതെറാപ്പി ചെയ്യുന്ന സമയത്ത് ചെയ്യാതെ ആ സൈക്കിളിന്റെ ഇടയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ്. ഇത് ചെയ്യുന്ന ആളുകൾക്ക് വയറ്റിൽ നിന്ന് ശരിക്കും പോവുകയും അതോടൊപ്പം തന്നെ വൈറ്റമിൻ സിയുടെ അളവ് കൂടുതൽ കിട്ടുന്നതുകൊണ്ട് ഈ ശരീരത്തിന്റെ പ്രതിരോധ ശേഷി വർദ്ധിക്കുകയും ചെയ്യും. ഇതുകൊണ്ടുള്ളൊരു ഗുണം എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ സാധാരണ കീമോതെറാപ്പി ചെയ്യുമ്പോൾ ഇൻഫെക്ഷസ് ഡിസീസ് പിടിപെടാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ശരീരത്തിന്റെ പ്രതിരോധ ശേഷി കുറയുന്നത് കൊണ്ട് എപ്പോഴും പെട്ടെന്ന് ഇത്തരം അസുഖങ്ങൾ കയറി പിടിക്കും. അതുപോലെ തന്നെ നമ്മൾ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ പല ആളുകളും വിചാരിക്കുന്നത് ടാർഗറ്റഡ് സെൽ തെറാപ്പി എന്ന രീതിയിലുള്ള കീമോതെറാപ്പീസ് ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ രോഗം ബാധിച്ച സെല്ലുകളെ മാത്രം തിരഞ്ഞെടുത്ത് ട്രീറ്റ് ചെയ്യുന്നതാണ് അതിൻ്റെ ഒരു കാൽക്കുലേഷൻ. പക്ഷെ പഠനങ്ങൾ പറയുന്നത് ഇതെല്ലാ സമയത്തും നമ്മൾ വിചാരിച്ച പോലെ നടക്കുന്നില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല സെല്ലുകളും ഇതിൻ്റെ കൂടെ ഒരുപാടെണ്ണം കേടുവന്ന് പോകുന്നുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ ഇന്ററാക്ഷൻ ഇല്ലാതെ കൊടുക്കാനുള്ള ഒരു കൂട്ടം മരുന്നുകൾ ഞാൻ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. കാരണം അതിൽ ഓരോ മെഡിസിനും ഓരോ ഗ്രൂപ്പ് ഓഫ് മെഡിസിനും ഏതൊക്കെ മെഡിസിൻസ് ആണ് കൊടുക്കേണ്ടത് എന്നുള്ള കൃത്യമായ ഒരു ധാരണയോട് കൂടിയിട്ടാണ് ഈ മരുന്നുകൾ കൊടുക്കുന്നത്. പിന്നെ ഇത് ഒരിക്കലും കീമോയുടെ എഫക്റ്റ് ഇരിപ്പിക്കില്ല. കാരണം പലർക്കും ഉള്ളൊരു സംശയമാണ് ഈ കീമോയുടെ കൂടെ ഈ മരുന്നുകൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ കീമോതെറാപ്പിയുടെ ഗുണം കിട്ടാതെ പോകുമോ എന്ന്. അതൊരിക്കലും ഇല്ല. അങ്ങനത്തെ മെഡിസിൻസ് ആണ് നമ്മൾ സാധാരണയായിട്ട് കൊടുക്കാറുള്ളത്.
പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ മെന്റലി വളരെ വീക്ക് ആവാറുണ്ട് കീമോതെറാപ്പി എടുക്കുന്നത് ആളുകൾ. അതിലെന്താന്ന് വെച്ചാൽ ഒരു കാര്യം അവരുടെ സാധാരണ നിലക്കുള്ള ടെൻഷനാണ്, മറ്റൊന്ന് ബ്രെയിൻ ഫോഗ് എന്ന് പറയും. ബ്രെയിനിലേക്കുള്ള ബ്ലഡ് സപ്ലൈയും ഓക്സിജൻ സപ്ലൈയും കുറയുന്നത് കാരണം നമുക്ക് ചിന്തകളൊന്നും കറക്റ്റ് കിട്ടാത്ത പോലെ. ഇപ്പോൾ ഈ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പോലും അവർക്കൊന്നും ചിന്തിക്കാൻ കഴിയുന്നില്ല എന്ന് പറയാറുണ്ട്. ചില ആളുകൾ എഴുത്തുകാരൊക്കെ ഉണ്ട്, അവർക്കൊക്കെ എഴുതാനോ അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി വളരെ കുറഞ്ഞ പോലെ ഫീൽ ചെയ്തതായിട്ട് പല ആളുകളും പറയാറുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ ബ്രെയിനിന് ബൂസ്റ്റ് ചെയ്യുന്ന പല മെഡിസിൻസും നമുക്ക് ആയുർവേദത്തിൽ കൊടുക്കാൻ പറ്റും. പിന്നെ വേറൊന്ന് കീമോതെറാപ്പിയുടെ സൈഡ് എഫക്റ്റ് ബാധിക്കുന്ന ഒരു ഭാഗം കണ്ണുകളാണ്. കണ്ണുകളിലെ സെല്ലുകൾ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളത് കൂടി കണ്ണിനെ പെട്ടെന്ന് ബാധിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് കണ്ണിന് പ്രൊട്ടക്റ്റൻ്റ് ആയിട്ടുള്ള മരുന്നുകൾ കൊടുക്കാം. പിന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് വായ്പുണ്ണും വായിൽ വരുന്ന മുറിവുകളുമാണ്. അത് വായിൽ മാത്രമല്ല, ഗാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്കിൽ കംപ്ലീറ്റ് നമ്മൾ വായ മുതൽ മലദ്വാരം വരെയുള്ള എല്ലാ സെല്ലുകളെയും ബാധിക്കാറുണ്ട്. കാരണം കീമോതെറാപ്പിയുടെ ഡ്രഗുകൾ എളുപ്പത്തിൽ വേഗം പെരുകുന്ന സെല്ലുകളെയാണ് ബാധിക്കുക. അതിന് കണക്കാക്കിയിട്ടാണ് ഈ ഡ്രഗുകൾ കൊടുക്കുന്നത്. അപ്പം നമ്മൾ വായിലെ സെല്ലുകളും ഗാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്കിലെ സെല്ലുകളും അതുപോലെ തന്നെ മുടിയും നിരന്തരം വളർന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ എളുപ്പത്തിൽ വേഗം വളരുന്ന സെല്ലുകളുടെ സെൽ സൈക്കിളിനെ കടന്നാക്രമിക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മളെ ഉദ്ദേശം ഗുണകരമാണെങ്കിലും പലപ്പോഴും വേണ്ടാത്ത എഫക്റ്റും കൂടി വരികയാണെന്ന് ഓർമ്മിപ്പിച്ചത് മാത്രം. അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ നമുക്ക് അതിനുതകുന്ന അല്ലെങ്കിൽ മ്യൂക്കസ് മെംബ്രെയിൻ മ്യൂക്കസ് നന്നായിട്ട് സെക്രീറ്റ് ചെയ്യാൻ സഹായിക്കുന്ന മെഡിസിൻസ് ആയുർവേദത്തിലുള്ളത് കൊടുക്കുമ്പോൾ വളരെ ഉപകാരപ്രദമായിട്ട് കാണുന്നുണ്ട്. വേറൊരു കാര്യം എന്ന് പറയുമ്പോൾ ഈ വായ്പുണ്ണിനുള്ളൊരു കാരണം ഈ പാരോറ്റിഡ് ഗ്ലാൻഡ് മീൻസ് സലൈവ അല്ലെങ്കിൽ ഉമിനീര് ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥികളെ കീമോതെറാപ്പിയുടെ മെഡിസിൻസ് ബാധിക്കുകയും അതുവഴി വായിലുള്ള വെള്ളം കുറയുകയും ഡ്രൈ ആക്കുകയും ചെയ്യും. അത് കാരണമാണ് കൂടുതലും പുണ്ണുകൾ വരുന്നത്. ഈ വന്ന പുണ്ണിന്റെ മേലെ മീൻസ് ചെറിയ ഇറിറ്റേഷനോ അബ്രേഷനോ വന്നു കഴിഞ്ഞാൽ പ്രതിരോധശേഷി കുറവായത് കാരണം അതിൽ ഇൻഫെക്ഷൻസ് കയറി പിടിക്കും. പെട്ടെന്ന് ഇൻഫെക്ഷൻസ്, സാധാരണ ഒരാൾക്ക് ഇൻഫെക്ഷൻ വരുന്നതിൽ കൂടുതൽ ഇൻഫെക്ഷൻ വരും. ഇതിനും വളരെ ഫലപ്രദമായിട്ട് വായിൽ പിടിക്കാനുള്ള മരുന്നുകളുണ്ട്. ഇത്തരം മരുന്നുകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വളരെ എഫക്റ്റീവായിട്ട് ഇത് മാറ്റാൻ കഴിയുന്നതാണ്. വേറെ ഒന്നെന്ന് പറയുമ്പോൾ നഖങ്ങൾ പൊട്ടുക അല്ലെങ്കിൽ ബ്രിട്ടിലായിട്ടുള്ള നഖത്തിന്റെ ഡിസ്കളറേഷൻ, സ്കിന്നിലെ ഡിസ്കളറേഷൻ, സ്കിന്നിലെ ഡ്രൈനെസ്, ഇതെല്ലാം മാറ്റാൻ നമുക്ക് ഈ ആയുർവേദ മരുന്നുകളെ കൊണ്ട് ഒരുപാട് സാധിക്കുന്നതാണ്. എൻ്റെ പ്രാക്ടീസിൽ ഞാൻ സാധാരണ ചെയ്യാറുള്ളത് ഈ മരുന്നുകൾ കൊടുക്കുന്നതിനോടൊപ്പം കീമോതെറാപ്പിക്ക് ശേഷം റിക്കറൻസ് അഥവാ രണ്ടാം വരവ്, ക്യാൻസറിൻ്റെ രണ്ടാം വരവ് തടയാനുള്ള മരുന്നുകൾ കൂടി ഇതോടുകൂടി കൊടുക്കാറുണ്ട്. പിന്നെ നമ്മൾ പലപ്പോഴും ബ്ലഡ് പിക്ചറിലാവുമ്പോൾ നമ്മൾ WBC കൊടുക്കുന്ന വെളുത്ത രക്താണുക്കളെയും ചുവന്ന രക്താണുക്കളെയും ബാധിക്കുന്ന ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കീമോതെറാപ്പി ഡ്രഗ്സ് ഉണ്ട്. അപ്പോൾ അത് കാരണം ഓക്സിജൻ സപ്ലൈ വളരെ കുറവായിരിക്കും. ഇങ്ങനെയുള്ള സമയത്ത് ഉപയോഗിക്കാവുന്ന തരം ഓയിലുകളുണ്ട്. കാരണം ഓയിൽ എന്ന് പറഞ്ഞാൽ ഓയിലോ റെസിൻസ് ആണ്. ഈ റെസിൻസ് നമ്മളെ ബോഡിയിൽ അപ്ലൈ ചെയ്യുന്നത് വഴി, സ്കിന്നെന്ന് പറഞ്ഞാൽ ഏറ്റവും ലാർജസ്റ്റ് മീഡിയ ആണ്, മീൻസ് ലാർജസ്റ്റ് ഏരിയ ആണ് സ്കിന്നിലെ നമ്മുടെ ബോഡിയിലെ ഏറ്റവും വലിയ ഏരിയ ആണ് സ്കിന്ന്. ഈ സ്കിന്നിൽ നിറയെ പോസ് ഉണ്ട്. ഇതിലൂടെ ഉള്ള അബ്സോർപ്ഷൻ, ട്രാൻസ്ഡെർമൽ അബ്സോർപ്ഷൻ എന്ന് പറയും. ഈ അബ്സോർപ്ഷൻ കൂട്ടാനുള്ള മരുന്നുകൾ ശരീരത്തിൽ അരച്ച് തേക്കുകയും അതുപോലെ തന്നെ എണ്ണകൾ, പിന്നെ ഇത്തരം മരുന്നുകൾ ചേർത്തിട്ടുള്ള എണ്ണകൾ, കീമോതെറാപ്പിയുടെ സൈഡ് എഫക്റ്റിന് വേണ്ടി മാത്രം നിർമ്മിക്കപ്പെടുന്ന മരുന്നുകളുണ്ട്. ഇത്തരം മരുന്നുകൾ അപ്ലൈ ചെയ്യുന്നത് വഴി നമ്മൾ ഓവറോൾ ബോഡിക്ക് ഉള്ള ഓക്സിജൻ സപ്ലൈ ഇൻക്രീസ് ചെയ്യുകയും നമ്മുടെ എല്ലാ സെല്ലുകളെയും ഉണർവ് നൽകുകയും അതുപോലെ തന്നെ കീമോതെറാപ്പി വഴി നമ്മൾ ഡെഡ് സെൽസ് മീൻസ് വേണ്ടാത്ത സെല്ലുകൾ എലിമിനേഷൻ എളുപ്പത്തിൽ ത്വരിതപ്പെടുത്തുന്നതിനും വേണ്ടിയിട്ടുള്ള മരുന്നുകൾ ആയുർവേദത്തിലുണ്ട്. ഇത്തരം മരുന്നുകൾ കഴിക്കുന്നത് കീമോതെറാപ്പിയുടെ സൈഡ് എഫക്റ്റ് കുറക്കാനും അതുപോലെ തന്നെ അതിൻ്റെ നല്ല എഫക്ട്സ് കൂട്ടാനും സഹായകമാണെന്ന് ഇത്രയും കാലത്തെ അനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരുപാട് പേഷ്യൻസ് വരികയും അവർക്ക് ഉപകാരപ്രദമാവുകയും ചെയ്തിട്ടുണ്ട്. ഇത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും ഇത് ഉപകാരപ്രദമാവട്ടെ എന്ന് ആശംസിക്കുന്നു.